ബൈനോക്കുട്ടോക്സിൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും രാവിലെ തണുത്ത സുപ്രഭാതത്തിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ അടിമാലിൽ നമ്മൾ മെസ്ബാ എന്ന് പറഞ്ഞ ഹോട്ടലിന് മുന്നില്ല. ഇതിനൊരു പ്രത്യേകത ഉണ്ടല്ല, 365 ദിവസം ഫുഡ് കിട്ടുന്ന ഹോട്ടലാട്ടോ. കാരണം തൊട്ടടുത്ത് താലൂക്ക് ഹോസ്പിറ്റലാണ്, തൊട്ട് ഫ്രണ്ടി. അതുകൊണ്ട് എപ്പോഴും ഫുഡ് കിട്ടും. ഞങ്ങളിന്ന് പോകാൻ മതി. നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി ഒരുപാട് ആൾക്കാർ പോകുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ അല്ലാണ്ടൊരു വഴി പോകുന്നുണ്ട്. നമ്മൾ നേരെ പുറകെ കാണുന്ന ഒരു മല കണ്ടോ, ഒരു വെള്ളച്ചാട്ടം മലയെ കാണുന്നത്, ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ടോ? കാണോ വെള്ളച്ചാട്ടം എല്ലാം കാണുന്നുണ്ടോടെ ചേട്ടാ? വെള്ളച്ചാട്ടം കാണാം. അപ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അതിലേക്ക് കയറിപ്പാം. ഒരു കുത്ത് കയറ്റം, അതായത് അടിമാലി ഈ കല്ലാർകൂട്ട് റോഡ് വന്ന് ചേർന്നിടത്തുനിന്ന് ഒരു ശക്ത റൈറ്റിലോട്ട് പോയി പിന്നെ ലെഫ്റ്റ്. അവിടെ എന്നാ ക്ലാസിക് ഫുഡ് വേറോ എന്നാ നമുക്ക് വഴി പറഞ്ഞു തന്നെ. അവിടെ ജസ്റ്റ് ഇങ്ങോട്ട് റോഡ് തിരിയുന്നുണ്ട്. എറണാകുളത്ത് വരുമ്പം റൈറ്റ് ആണ് കല്ലാർകൂട്ട് റോഡ്. ആ റൈറ്റ് തിരിയാണ്ട് ഒരു ശക്കലം കൊണ്ട് ഫ്രണ്ട് ഒരു 2-3 മീറ്റർ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ലെഫ്റ്റ് ഒരു വഴിയുണ്ട്. നേരെ വെളുത്ത് വരുന്നേ ഉള്ളൂ. നമുക്ക് ആ വഴി ഒന്ന് പോയി നോക്കാം. നല്ല തണുപ്പാണ്. രാവിലെ നല്ല ചൂടിടിയപ്പം പ്രോട്ടീൻ ആയിട്ടൊരു മുട്ടയും നല്ലൊരു കടലക്കറിയും കയറ്റിയതിൻ്റെ ഒരു ഊർജ്ജമുണ്ട്. പോയാലോ? പിടിപ്പിച്ചാലോ? അങ്ങനെ നമ്മുടെ അടിമാലി ഒരു ജോസ്കോ ജുവലറി. ഇങ്ങനെ ജോസ്കോ ജുവലറി ഉണ്ടോ? ഇത് ആ ജോസ്കോ അല്ലത്. ഇവിടെ ഒരു ചെറിയ ജോസ്കോ ജുവലറി സംഭവമൊക്കെ ഉണ്ട്. അവിടുന്ന് നമ്മൾ നേരെ റൈറ്റ് കയറുക. കല്ലാർകൂട്ട് റോഡിൽ നിന്ന് വന്ന് നമ്മളവിടെ ഭക്ഷണം കഴിക്കാൻ പോയത്. അവിടെ നമ്മൾ റൈറ്റ് കയറി. എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും, ഇതാണ് ലെഫ്റ്റ്. അതായത് നമ്മൾ ഈ കുരിശുംതൊട്ടിൻ്റെ അവിടെ നിന്ന് ഈ ലെഫ്റ്റ് കയറുക കേട്ടോ. ഇത് നല്ല സൂപ്പർ കയറ്റം. ഒരു കയറുണ്ടായിരുന്നു, എന്നെ കെട്ടി വെക്കായിരുന്നു വേറെ താഴെ പോയിരിക്കാൻ വേണ്ടി. വഴി തന്നെയാണല്ലോ അല്ലേ? വഴി തന്നെ. വെള്ളച്ചാട്ടം ലക്ഷ്യം വെക്കില്ല നമ്മൾ പോകുന്നത്. വെള്ളച്ചാട്ടമാണ് നമ്മുടെ ലക്ഷ്യം. കയറ്റമാണെന്ന് ഫീൽ ചെയ്യത്തില്ല കേട്ടോ, പക്ഷേ കയറ്റോ നല്ല കയറ്റം. രാവിലെ വെള്ളച്ചാട്ടത്തിൽ പോയി കുളിക്കണോ? നമ്മൾ വന്ന് കയറുമ്പോഴേ തൊട്ടക്കുമ്പോഴേ നമുക്കൊരു വെള്ളച്ചാട്ടം സ്വീകരണം. നമുക്ക് ആ പാലത്തിൻ്റെ അവിടെ പോയി വെള്ളച്ചാട്ടം കണ്ടിട്ട് നമുക്ക് ഈ കയറ്റം കയറി പോയേക്കാം. എന്നിട്ട് നമുക്ക് ഏറ്റവും ടോപ്പിലോട്ട് എത്തേണ്ടത് കാണാം. പാലത്തെ വന്നു കഴിയുമ്പോൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി കേട്ടോ. വെള്ളമുണ്ട് കേട്ടോ. ഇതിൻ്റെ അറ്റ കഷ്ണങ്ങൾ വെളിയിന്ന് വരുന്നുണ്ട്. ഇത് ഈ അടിമാലി ടൗണിലോട്ടായി പോകുന്നത് കേട്ടോ. അടിമാലി കിടക്കണം. നമ്മുടെ അടിമാലി ടൗൺ ഇത്ര പൊക്കത്ത് എത്തി കേട്ടോ. കണ്ടോ നേരെ ഇപ്പോൾ വഴി പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതെ നമ്മൾ വന്ന വഴി, നമ്മൾ നിന്നെടുത്ത വഴി അതുണ്ടോ ഹോസ്പിറ്റലിൽ അവിടെ കിടന്നേ. അതിന് നേരെ വെള്ളച്ചാട്ടത്തിൻ്റെ മേളിലെത്തി നമ്മൾ. ആ വഴി ഉണ്ടോ? അതാണ് മറ്റേ കല്ലാർകൂട്ട് റോഡ് കേട്ടോ. ആ റോഡിൽ നമ്മൾ ഇൻട്രോ എടുത്തേ. നല്ല നീളത്തിൽ കേട്ടോ ഈ സ്ഥലം കിടക്കുന്നത് അല്ലേ? അതെ, ശരിക്കും ഒരു മലയാളി വരുന്നതാവും. ഇവിടെ വന്നാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ അടിമാലിയുടെ ഇങ്ങനത്തെ ഒരു വ്യൂ. അവിടുന്ന് പിന്നെ കുറച്ചൊരു മെടുക്കേറ്റം കയറി വന്നു. അടാ സൂക്ഷിച്ചു കേട്ടോ. ഞാൻ 2 കൈ കൊണ്ടാണ് ഈ ക്യാമറ ഓടിച്ചേക്കുന്നത്. നേരെ പുറകോട്ട് പോകത്തുള്ളൂ. അവിടെ നിന്ന് കൂടെ കയറി വരുമ്പോ ഉണ്ടല്ലോ റോഡ് ഒരു എക്സ് പോലെയാണ്. അപ്പൊ നമ്മൾ എക്സിൽ നേരെ തന്നെ പോവുക. ഒരെണ്ണം വലത്തോട്ട് പോകും, ഒരെണ്ണം ലെഫ്റ്റ് താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. നമ്മൾ നേരെ ഓണ്ട് കയറിക്കൊള്ളു. പിന്നെ കയറ്റം എന്ന് പറഞ്ഞാൽ ന്യായം കയറ്റമാണ്. കാരണം ജീപ്പ് ഫ്രണ്ടിട്ടൊക്കെയാണ് കയറി പോകുന്നത്. അത് ശ്രദ്ധിച്ചോണം. വഴി നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതുമല്ല വളവെന്ന് പറഞ്ഞാൽ അടുത്തടുത്ത വളം അല്ലേ? പക്ഷെ കട്ടറില്ല. കോൺക്രീറ്റ് റോഡാണ്. നമ്മുടെ കയറ്റം കഴിഞ്ഞ് നമ്മളിങ്ങനെ നിരപ്പായ സ്ഥലത്തെത്തി കേട്ടോ. കുറച്ച് ദൂരം ടാറ് കാണുന്നുണ്ട്. പക്ഷെ റോഡിൻ്റെ ഇരുവശവും കൃഷിയാണെന്ന് വെച്ചാൽ കൃഷിയാണ്. എന്നാൽ അത്ര ഒരു സെറ്റപ്പാട് ചെയ്യുന്ന സ്ഥലമല്ല. ഏലമൊക്കെ പോയി. ഏലത്തിന് പറ്റിയൊരു കാലാവസ്ഥ ഞാൻ തോന്നുന്നില്ല കണ്ടിട്ട് അല്ലേ? പക്ഷെ കാപ്പി ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടെ പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. സ്ഥലം എന്നാ വായിച്ചേ? കൊരങ്ങട്ടി. ഇത് കേട്ടോ ഇച്ചിരി ഇറക്കം. നമ്മൾ ഇവിടുന്ന് റൈറ്റ് പോകണേ. ഈ ഇറക്കം തീരുമ്പോ അല്ല അവിടെ ഒരു ബോർഡുണ്ട് കേട്ടോ. ബോർഡല്ലേ ഇരിക്കുന്നത്? റൈറ്റ് പോകണ്ടേ. ഇവിടെ പോസ്റ്റ് ഓഫീസ് ഒക്കെ ഉണ്ട് കേട്ടോ. പോസ്റ്റ് ഓഫീസിന്റെ ബോർഡ് ഇരിക്കുന്നു. മച്ചിപ്ലാവ് നേരെ പോയ മച്ചിപ്ലാവ് കോതമംഗലം, റൈറ്റിലോട്ട് പോയ വിരിപ്പാറ മാങ്കുളം ആനക്കുളം. നമ്മള് അങ്ങോട്ട് തിരികയാണ്. ആനക്കുളം റോഡ്. അങ്ങനെ നമ്മൾ റൈറ്റ് തിരിഞ്ഞേക്കാം.
നമ്മുടെ ഹൈ റേഞ്ചിൽ പുലിക്കുട്ടൻ ഒരെണ്ണം കിടന്നു പോകുന്നുണ്ട്. ഹൈ റേഞ്ച് ഇടയ്ക്ക് വാഴുന്നു തമ്പുരാൻ പോകുന്നു. എസ്റ്റേറ്റിലെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് പോട്ടെ അടുത്ത ആള് ഒരു പണിക്കാരെ കൊണ്ട് പോകുന്നല്ലേ. വണ്ടിയാണത്. ആ കയറ്റം കയറി ഒരു ചെറിയ ഇറക്കി ഇറങ്ങുമ്പോൾ പിന്നെ ഒരു പാടം പോലെ കേട്ടോ. ഇവിടെ എന്തോ പണി ഉണ്ടായിരുന്നു. ദൈവമേ അതേ പൊടിയൊക്കെ കുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അല്ല കനാൽ വലുതാക്കും അല്ലേ, തോട് വലുതാക്കും. പൊടി കുത്തിയേക്കുന്ന വണ്ടി കിടക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പോയി വണ്ടിക്കാരൻ്റെ തീരുമാനം. നല്ല തണുപ്പുണ്ട് കേട്ടോ. കൈയൊക്കെ മരക്കുന്നു. നമ്മൾ എസ്റ്റേറ്റ് എടുക്കാറായില്ലല്ലോ ഇല്ലേ? നല്ല ദൂരമുണ്ട്. ഇനിയിപ്പോ അടുത്ത് 2.5 കിലോമീറ്ററിൽ പ്ലാമല എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും പോകണം. കുറച്ച് വീടുകൾ, 1-2 വീടുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. 1-2 വീടുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ നല്ല രസമുള്ള സ്ഥലമല്ലേ? നല്ല മൊത്തം കൃഷിയായിട്ടോ. ഈ ഇവിടൊക്കെ നല്ല ഏരവാ. അതെ, ഇത് സാധാരണ ഞാൻ അങ്ങനെ പൊതുവെ ആൾക്കാർ വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈ റോഡിൽ കൂടെ വളരെ ചുരുക്കം ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നേ ഈ കയറ്റം നോക്കി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇച്ചിരി പാട്. പക്ഷെ മറ്റേതിനേക്കാളും ദൂരക്കുറവാ എസ്റ്റേറ്റിൽ ചെല്ലാൻ അല്ലേ? ഭയങ്കര കുറവാ തുടക്കം ചെല്ലാനായിട്ട്. ഒരു എങ്ങനെ പോലും ഒരു 5-6 കിലോമീറ്റർ അല്ല, 5-6 അല്ല, ഒരു 10 കിലോമീറ്റർ മുകളിൽ കുറവുണ്ട്. അതിലെ കുറവുണ്ട്. കണ്ട ഒരു ഭീകരാവസ്ഥയൊക്കെ നോക്കും വഴി കാണുമ്പോൾ. പക്ഷെ ഒന്നുമില്ല, നല്ല രസം. കയറ്റം മാത്രം ഓടിക്കാനുള്ള എക്സ്പീരിയൻസ് കരുതിയാൽ മതി. പോരാ, ഒരുമാതിരിപ്പെട്ട വണ്ടിയെല്ലാം കയറി വരികയും ചെയ്യും. പിന്നെ ഇത്ര ബാലൻസ് ചെയ്ത് ഇത്ര അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കണം. ഫ്രണ്ട് വീലല്ലേ പൊന്തി തുളുമ്പി നിൽക്കുക എപ്പോഴും. അതെ, നമ്മളവിടുന്ന് പ്ലാമല എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് അവിടുന്ന് റൈറ്റ് തിരിഞ്ഞു കേട്ടോ. പിന്നെ റൈറ്റ് കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ വീണ്ടും വേറെ റോഡിലോട്ട് പോയി കയറും അല്ലേ? അവിടുന്ന് നമുക്ക് ലെഫ്റ്റ്. ഈ റോഡ് ഇച്ചിരി പൊളിഞ്ഞാണ്. ഇനി ഇറങ്ങുന്ന റോഡിന്റെ അവസ്ഥ അറിയില്ല. അത് കണ്ട കൂടി പൊളിഞ്ഞതാണെന്ന് തോന്നുന്നു. കുറച്ച് ഭാഗമൊക്കെ കട്ടറും കുഴിയൊക്കെയാ. ഇനി നമ്മൾ ബസ് ഓടുന്ന ഒരു മെയിൻ റോഡിലോട്ട് ചെന്നിറങ്ങിയിട്ട് ലക്ഷ്മി എസ്റ്റേറ്റിലോട്ട് പോകുന്നതാണ് വഴി പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം. പിടിച്ച പിടിമുട്ടാത്ത സൈസ് മരങ്ങളും, ഒരു സൈഡ് മൊത്തം അങ്ങനത്തെ ഒരു സ്ഥലവും. അതായത് ഇടത്ത് സൈഡ് മൊത്തം അങ്ങനെ വലിയ മരങ്ങളും ആണ്. പക്ഷേ വലത്ത് സൈഡ് നല്ല ഏലകൃഷിയും കാര്യങ്ങളുമാണ്. പക്ഷെ റോഡ് പൊളിഞ്ഞിറങ്ങാൻ തുടങ്ങിയിട്ട് ഒരു കുറേ കാലമായ ലക്ഷണമുണ്ടല്ലേ? കാരണം വെച്ചാൽ കാലങ്ങളായിട്ട് പൊളിഞ്ഞു കിടക്കും. കാരണം ഇത് ഈ ചുറ്റോട്ടുള്ള ചെടികൾ മൊത്തം പൊടിയാണ്. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ടാർന്നുള്ള സാധനം നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. അത് അമ്മാതിരി പൊളിച്ചെടുക്കും. നമ്മൾ ചെറിയ ടൗണിലോട്ട് എത്തിയേക്കണം കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ ലെഫ്റ്റ് മാങ്കുളം, റൈറ്റ് കല്ലാറ്, ലെഫ്റ്റ് മൂന്നാർ എഴുതിയിട്ടുണ്ട്. നമുക്ക് മൂന്നാറിലേക്ക് കൊണ്ടേ. ഈ സ്ഥലത്തിന്റെ പേരാണ് പീച്ചാട്. പീച്ചാട്. ഇതൊരു ടീ റോഡാണ്. ഇതാണ് മറ്റേ ബസ് റൂട്ട് പറഞ്ഞത്. അതെ, ഇവിടെ നമുക്ക് ലെഫ്റ്റ്. അയ്യോ അങ്ങനെ നമ്മൾ ആ കുറച്ച് ദൂരമുള്ളൂ കേട്ടോ കട്ടർ. അവിടെ കഴിഞ്ഞ് നമ്മളിതാ മെയിൻ റോഡിൽ കയറി. ഇതും തന്നെ ഏലത്തിന്റെ സെയിം സംഭവം തന്നെ, ഒരുമാതിരി വൃത്തികെട്ട ഏലം. ഈ റോഡ് നമ്മുടെ അടിമാലിയിൽ നിന്ന് സാധാരണ എല്ലാവരും വരുന്ന റോഡുണ്ടല്ലോ, ആ റോഡാണിത്. മാങ്കുളം വഴി വരുന്ന റോഡ് എന്നത്. ഈ റോഡിൽ നിന്ന് നമ്മൾ കുറെ കഴിയുമ്പോൾ റൈറ്റ് പോകണം. നമുക്ക് വിട്ടേക്കാം. നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ ഇങ്ങനെ സംഭവം ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് താഴേക്കൊക്കെ കുറേ കറുത്ത HDPയുടെ ഓസ് പോകുന്നുണ്ട്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പുഴ കുടിവെള്ള സ്രോതസ്സാണ്, മലിനമാക്കുന്നത് ശിക്ഷാർഹമാണ്. ഇവിടെ ഗേറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളം അല്ലേ? ഘട്ടം ഘട്ടമായിട്ട് കെട്ടി തിരിച്ചിട്ടുമുണ്ട്. ഇതുണ്ട് നമ്മൾ ആ കണ്ട വെള്ളം ഒഴി വരുന്നത് കേട്ടോ. അവിടെ അപ്പുറത്തേക്ക് ആൾക്കാർക്ക് ഇറങ്ങാൻ സ്ഥലമൊക്കെ ഉണ്ട്. നമ്മൾ ഇറങ്ങുന്നില്ല, കാരണം കുടിവെള്ള സ്രോതസ്സാണ്. ഇറങ്ങല്ലേ നശിപ്പിക്കലൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന മോശമല്ലേ? നമ്മളിങ്ങോട്ട് കയറി വരുന്നിടത്തേ ഇവിടെ ഒരു ഇങ്ങനൊരു ഷെഡൊക്കെ ഉണ്ട്. അവിടെ നിന്ന് വണ്ടി ഇങ്ങോട്ട് നമുക്ക് ഇറക്കാം. വെള്ളത്തിലിറങ്ങുന്ന നമുക്ക് ഇവിടെ ഒന്ന് ഇറങ്ങി ഒന്ന് കണ്ടിട്ട് പോവാം. നമ്മൾ ഇന്നാളെ വന്നപ്പോൾ നല്ല സൂപ്പർ തണുപ്പാട്ടോ. മുടിയൊക്കെ ഉണ്ടാ, മുടിയൊക്കെ പിരിവില്ലാതായി. അതെവിടെ ഇരിക്കുന്നല്ലേ? ഇറങ്ങുമൊന്നും ചെയ്യല്ലേ കേട്ടോ. പക്ഷെ നല്ല രസം കേട്ടോ. ഇതുകൊണ്ട് ഇതിനകത്തെല്ലാം ഓസ് ഇട്ടിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. പക്ഷെ ആരും വന്ന് ഇറങ്ങരുത്. പക്ഷെ ഒന്ന് ഇറങ്ങിയാൽ അപകടം ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്, തെന്നിപ്പോ. അത് മാത്രമല്ല ഇത് കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന വെള്ളമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഇറങ്ങി വെള്ളം ആക്കരുത്, കുടിക്കരുത്. ഒത്തിരി സ്ഥലത്തോട്ടുള്ള ഓസ് ഇട്ടിട്ടുണ്ടല്ലേ? അതെ. അതുമല്ല
ചെറിയ തട്ട് തടവ് ഒന്നുമില്ല, തെന്നിപ്പോയാൽ അങ്ങ് പോകും അല്ലേ, ഇടിക്കുകയും ചെയ്യും നടുവും പുറമൊക്കെ. ഒന്ന് സൂക്ഷിച്ച്. ഇവിടെ വരുമ്പോഴത്തേനും നമ്മുടെ പുഴ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് പോകുന്നല്ലേ, നേരെ എതിർ സൈഡിൽ വന്നു. സ്വാഗതം മാങ്കുളം പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. ഇവിടെ തൊട്ട് ഏകദേശം മൂന്നാറിന്റെ ഒരു ഭംഗി ആരംഭിച്ചിട്ടുണ്ടല്ലേ. തേയില തുടങ്ങിയല്ലോ. അതിന് മേളിൽ ഒറ്റ മുള്ളൊരു റിസോർട്ട് എനിക്ക് കാണാൻ പറ്റത്തില്ല. അതിന് മേളിൽ കണ്ടോ റിസോർട്ട്. നമ്മുടെ മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ ബോർഡ് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി സൂക്ഷിച്ചു വേണം കേട്ടോ വണ്ടി ഓടിക്കാൻ. എല്ലാം വീതി കുറഞ്ഞതും നല്ല ഹെയർ പിന്നും അല്ലേ. വലിയ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കൊടുക്കാനൊക്കെ പാടാണ്, അതൊക്കെ സൂക്ഷിച്ചു വേണം വരാൻ. പിന്നെ നമ്മൾ വീണ്ടും വന്നൊരു തെളിഞ്ഞ സ്ഥലത്തോട്ട് കയറി. ഇത് വിരിപാറ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആനക്കുളം മാങ്കുളം ഒക്കെ ഇവിടെ നമ്മൾ റൈറ്റ് എടുക്കുന്നു ഇല്ലേ ചേട്ടാ? ഇവിടുന്ന് റൈറ്റ്. അപ്പോൾ ഇവിടുന്ന് ഈ എസ്റ്റേറ്റിനകത്തൂടെ 19 കിലോമീറ്റർ മൂന്നാർ. നമ്മൾ അവിടെ ചെന്ന് ചാടും, നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് അവിടെ ചെന്ന് ചാടും. ഇതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നമുക്ക് നല്ല മഴയായിരുന്നു, നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഈ പോകുന്ന വഴിക്ക് കുറേ വെള്ളച്ചാട്ടങ്ങൾ കുറേ സംഭവങ്ങളുണ്ട്, അതെല്ലാം കണ്ട് നമുക്ക് പതുക്കെ മൂന്നാർ പോവാം. ഓക്കെ, എന്നാ വാ. അതൊക്കെ ചെറിയ ചെറിയ റിസോർട്ടുകളുണ്ട് കേട്ടോ. ലക്ഷ്മി എസ്റ്റേറ്റ്, ലക്ഷ്മി എസ്റ്റേറ്റ്, കണ്ണൻ ദേവൻ ഹിൽസ്. മരുന്നടിച്ചേർത്തേക്ക് കേട്ടോ, കവാത്ത് ചെയ്തിട്ട് തുരിശടിച്ചേക്കോ. അന്ന് ഇവിടെ നല്ല കട്ടറായിരുന്നു, ഓർമ്മ ഉണ്ടോ? നമ്മൾ വരുമ്പോ സിമെന്റ് ചെയ്തു, പുതിയ ടാറിങ് ചെയ്തു, റോഡൊക്കെ നന്നായി കേട്ടോ. റോഡൊക്കെ നന്നായി. അന്ന് നമ്മൾ ഇവിടെ വണ്ടി നിർത്തിയായിരുന്നു. അന്ന് ഇവിടെ ഇതിനെക്കാട്ടിലും ഇരട്ടി ഭംഗിയായിരുന്നു, കാരണം നല്ല പച്ചയായിരുന്നു. ഇപ്പൊ ഈ സാധനം മൊത്തം കട്ട് ചെയ്ത് തുരിച്ചടിച്ചുകൊണ്ട് ഒരു ഭംഗിയില്ലെന്നായി. ശരിക്കും നമ്മളെ മലമടക്കുകൾ കൂടെ യാത്ര ചെയ്യുന്നതെന്ന് നമ്മൾ പറയുമെങ്കിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്ന മലമടക്കുകൾ നമ്മൾ വളരെ കുറവാണ് യാത്ര ചെയ്യും. പക്ഷെ ഇത് നമുക്ക് കാണാൻ പറ്റും കിട്ടും. കാരണം അപ്പുറം ഇപ്പുറം ഉള്ള ഇതിനൊന്നും വലിയ പൊക്കമില്ല, എന്നാൽ വലിയ ആഴവും ഇല്ലാത്ത സ്ഥലങ്ങളല്ലേ. ചെറിയ കുന്നുകളും ചെറിയ താഴ്വാരങ്ങളും. നല്ല ഇപ്പൊ നല്ല ഒരു പ്രാവശ്യമൊക്കെ അല്ലെങ്കിൽ 2 പ്രാവശ്യം മൂന്നാർ പോയിട്ടുള്ള ആൾക്കാർ നാലാമതൊന്ന് അല്ലെങ്കിൽ മൂന്നാമതൊന്ന് വരുവാണെങ്കിൽ ഈ വഴിക്ക് വരുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം മറ്റേ വഴി എപ്പോഴും സ്ഥിരം പോകുന്നത് ഭയങ്കരമായിട്ട് വണ്ടിയുടെ തിരക്ക്. ഇത് നമ്മളിപ്പോ ഈ വഴിക്ക് വന്നിട്ട് അവിടെ ഒന്ന് രണ്ട് സ്കൂൾ ബസ്സും 2-3 ഓട്ടോറിക്ഷയിലാണ്, വേറെ ഒരു വണ്ടിയും കണ്ടിട്ടില്ല. ഇത് ഇപ്പൊ രാവിലെ 8:30 സമയമാണ്, ചെറിയ വെയിലടിക്കുന്നുണ്ട്, തിരക്കുമില്ല. ഇവിടെ ഒരിക്കലും തിരക്കുണ്ടാവില്ല ഈ സമയത്ത്. അതിന്റെ ഒരു സുഖം ഉണ്ടല്ലേ. അല്ല ഒരു സമയം അല്ല, ഈ സമയത്തല്ല, വൈകുന്നേരം ആയാലും ഏത് സമയത്താണെങ്കിലും ഈ റോഡിൽ കൂടെ തിരക്കില്ല. ശരിക്കും എൻജോയ് ചെയ്ത് പോരാ. വെയില് അടിക്കുന്നതിന്റെ ചെറിയ ചെറിയ ചാലുകളുണ്ട്, അവിടെ ഒന്നും വെള്ളമില്ല, നല്ലതായിട്ട് വെയിലടിക്കുന്ന പ്രദേശമാണ്. ടാറിങ് പുട്ടിയായിട്ട് ഇറങ്ങിയാലേ ഇതിപ്പം കണ്ട് ചെയ്ത് തീർന്നേ. ശരിക്കും മറ്റേ ഒരു ഓഫ് റോഡ് ട്രാക്ക് പോലെ ഉണ്ടല്ലേ. ഓഫ് റോഡ് ട്രാക്ക് അല്ല, സൈഡിൽ കല്ലൊക്കെ വെച്ചേക്ക് നോക്കുമ്പോഴേ ഇത് കാർട്ടിങ്ങിന്റെ ട്രാക്ക് പോലെ ഉണ്ട്. കാർട്ടിങ്, ഗോ കാർട്ടിങ്ങിന്റെ ട്രാക്ക് പോലെ ഉണ്ട്. ടാറിങ് എത്ര ഫിനിഷിംഗ് അല്ലാത്തതുകൊണ്ട് ചെറിയ കുലുക്കം കാണും കേട്ടോ വീഡിയോക്ക്. ചെറുതല്ല, നല്ല രീതിയിൽ കുലുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ വരുന്ന വഴിക്ക് ഇങ്ങനെ സംഭവം ഉണ്ട് കേട്ടോ. അതായത് ഈ ഒഴുകി വരുന്ന വെള്ളം ഈ പാലത്തിൻ്റെ ഇപ്പുറത്ത് താഴേക്ക് ഒഴുകുന്നുണ്ട്. അത് എന്നിറങ്ങുന്ന ഇതുണ്ടോ, ചെറിയൊരു പാറയിൽ നിന്ന് താട്ടിയായിരുന്നു. ഇവിടെ പാസ്സുണ്ട്, ഇവിടെ ആൾക്കാരുണ്ട്. ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ ഇവിടുത്തെ പാസ്. കുറച്ച് നമുക്ക് ഇങ്ങോട്ട് നന്നിട്ട് ഇവിടെ ഇറങ്ങാനായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ചെറിയ
നടപ്പാതയൊക്കെ കെട്ടി ഉണ്ടോ. താഴോട്ട് വെള്ളം കുറവാ തീർത്ത്. കൈനഗിരി വാട്ടർഫോൾസ് എന്നാ പേര് പറഞ്ഞു കേട്ടോ. ഇവിടെ ചെറിയൊരു തടയണ പോലൊക്കെ പണിതിട്ടുണ്ട് കേട്ടോ. ആ വളം ഇങ്ങോട്ട് കയറി തൊട്ട് സൈഡിൽ തന്നെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഈ ഫുള്ള് വെള്ളം നിറഞ്ഞു കിടക്കുവായിരുന്നു. ഇതിന്റെ മുകളിൽ കൂടെ, ചപ്പത്തിന്റെ മുകളിൽ കൂടെയാണ് വെള്ളം പുറത്ത് താഴോട്ട് പോയിക്കൊണ്ടിരുന്നത്. പോയില്ല, ഇന്നിപ്പോ വെള്ളമില്ല. ഇനി തൊട്ടപ്പുറത്തൊരു വാട്ടർഫാൾസ് ഉണ്ട് കേട്ടോ. അതിപ്പോ നമ്മൾ നിർത്തിയ വളവിലല്ലേ. അത് തന്നെ. കുഞ്ഞു ക്ഷേത്രമൊക്കെ ഉണ്ട്. വളം ഇങ്ങോട്ട് തിരിക്കാനും ഇവിടെ ഒരു സൈഡില് എന്താ പറയാ, കുറച്ച് കുരുമുളക് നട്ടു. കുറച്ച് കാപ്പിയുണ്ട്. കാപ്പി നല്ലോണം, കാപ്പിക്കുരു നല്ല പഴുത്ത് നിൽപ്പുണ്ട് കേട്ടോ, നല്ല ചുവന്ന കളറില്. അവിടെ ചേച്ചി പറിക്കുന്നുണ്ടായിരുന്നു. പിന്നെയും നമ്മൾ തേയിലക്കാട്ടിലെത്തി. ചെറിയ ചെറിയ ലയങ്ങളെല്ലാം ഉണ്ട് കേട്ടോ രണ്ട് സൈഡിൽ. എസ്റ്റേറ്റ് ബംഗ്ലാവ് ഉണ്ട്. നമ്മളെ ആ കേറിയ സ്ഥലം തൊട്ട് നമുക്ക് ഇവിടെ ഒന്ന് കാണാവേ. ആ ഓമിനി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പം ഒരു ഓമിനി ഓട്ടോയേ ഇതിലെ കൂടെ. കുറച്ചു മുമ്പല്ലേ നീ പറഞ്ഞ ഓമിനി അങ്ങോട്ട് പോകുന്ന? അത് ഞാൻ ആ താഴത്തെ റോഡ്, അതിങ്ങോട്ട് വരുന്നത് താഴത്തെ റോഡാന്ന് കണ്ടേ. എന്നെ രസം നോക്കി. ഒരു സ്ഥലത്തും ധൃതി വെച്ച് പോലും ഒരു ദിവസം ഒരു സ്ഥലം കണ്ടല്ലോ മതി. പയ്യെ സമാധാനത്തോടെ പോവുക. ഈ ഒരു ഭംഗി നോക്കി എന്നെ രസം നോക്കിയാ വണ്ടി വരുന്ന നോക്കിയാ താഴത്ത്. ഈ പുതിയായിട്ട് ഇറങ്ങി വരുമ്പോ വണ്ടിക്ക് നല്ല ഭംഗിയായിരിക്കുവേ കേട്ടോ. ചേട്ടാ ഈ വഴി നോക്കി. ഈ പുതിയായിട്ട് ഇറങ്ങി വരുമ്പോഴേ ഓമനിക്ക് നല്ല ഭംഗിയായിരിക്കും. നല്ല ഭംഗിയുണ്ടല്ലേ. ഒരു പാറയും പേര് കലുങ്കും. ലിമിറ്റഡ് ലക്ഷ്മി എസ്റ്റേറ്റ്. താഴെ വേണ്ട കല്ലറയാൻ തോന്നുന്നു. അങ്ങനെ നമ്മുടെ കാലാവസ്ഥ മൊത്തത്തിലൊന്നും മാറിയിട്ടുണ്ട്. വഴി എല്ലാം മാറി. മേളിലെന്തോ ഒരു ബിൽഡിങ്ങിലാണ്. ബിൽഡിങ്ങിലാണ്. റിസോർട്ടാണോ? ആയിരിക്കല്ലേ? അതെ അതെ. സ്കൈ ബേസ്. അവിടെ ഫെൻസിങ് കൊടുത്തിട്ടുണ്ടല്ലോ. നല്ല ഭംഗി. തണുപ്പായി. പെട്ടെന്ന് തണുപ്പ് വന്നു. കാരണം ഇത്രയും നേരത്തെ വന്ന വെയിലത്തൂടെയാ. ആ വെയിലങ്ങ് മാറിയില്ല. ഇപ്പൊ ഇവിടെ മരങ്ങൾക്കിടയിൽ കൂടെ പോകുന്നുണ്ട്. നല്ല തണുപ്പ്. ഇന്നലെ ആനയും കാട്ടുപോത്തും ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ പിന്നെയും തേയിലക്കകത്തെത്തി. ഒരു ചെറിയൊരു കാട്ടുപ്രദേശമൊക്കെ. ഇവിടെ ലക്ഷ്മി എക്സൈറ്റ് ഒരു പോസ്റ്റ് ഓഫീസ് ഒക്കെ ഇല്ല കേട്ടോ. അവരുടെ പേരില്ല പുറത്തേന് വണ്ടിയല്ലേ വരുന്നത്. മാറിക്കളഞ്ഞേക്കാം. പിന്നെ വെയിലടിച്ചപ്പോ ഒരു സുഖം. സായിപ്പ് മദാമ കൂടെ സ്കൂട്ടറെ പോകുന്നുണ്ട്. റെന്റ് ആയിരിക്കും അല്ലേ വണ്ടി? വണ്ടി റിസോർട്ടുകാരുടെ ആയിരിക്കും അല്ലേ? അങ്ങനെ കൊടുത്തിട്ടില്ലല്ലോ. റെന്റിന്റെ വണ്ടിയാ. അത് കറുപ്പില് ബോർഡിലായിരുന്നു. ആണോ? പിന്നെ കറുപ്പിൽ മഞ്ഞായിരുന്നു ബോർഡ്. എടാ റിസോർട്ടുകാര് അവരുടെ വണ്ടി ഇവർക്ക് കൊടുത്തുവിട്ട് എന്തൊരു ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ അവർ തോന്നും. റിസോർട്ടുകാര് അങ്ങനെ ആരും വണ്ടി കൊടുത്തുവിടില്ല. കാരണം ഒന്നാമതെ വെളിയിൽ നിന്ന് ആൾക്കാര്. നല്ല അടുത്ത് പെയിന്റ് ചെയ്തന്നു അല്ലേ? പെയിന്റ് ചെയ്തിട്ടുള്ളൂ. കാരണം ഇവിടെ പെയിന്റ് ബാക്കിയിട്ട് ഇവിടെ ആരും ചവിട്ടിട്ട് വരെയില്ല. അടിപൊളിയായിട്ടിരിക്കുന്നു. ശ്രീ സിംഹാസന മഹാരാജ അമ്പലം. ഇനി സ്പീഡ് വായിക്കാം. സിംഹാസന മഹാരാജ അമ്പലം. നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നു. സൈഡാണ് ഇത്. ചെറിയൊരു പുൽമേട് പോലെ. പക്ഷെ അപ്പുറത്തൂടെ ഒഴുകുന്നത് വെള്ളം മുങ്ങി കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കയറുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ചെറിയ വെള്ളം ഒഴുകുന്നുണ്ടല്ലോ.
മുകളിലൊരു വലിയ പള്ളിയുണ്ട്, അതിന്റെ കുരിശും തൊട്ടിയാ താഴെ കാണും. അത് കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോ പഴയ ലയമാണ് അല്ലേ, ഒരു കുഞ്ഞു ടൗൺ. ഇവിടെ നമ്മൾ റൈറ്റ് പോകും. ആ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് 9 കിലോമീറ്റർ. കാണുന്ന മൊത്തം വിറക് അടുക്കി വെച്ചേക്കണ ഷെഡില്. അതെ, മറ്റേ ഈ തേയില ഫാക്ടറിയിലോട്ടുള്ളതായിരിക്കും. എന്തായാലും ലക്ഷ്മി എന്നായി സ്ഥലത്തിന്റെ പേര് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ഇത്ര നേരം ലക്ഷ്മി എക്സ്റ്റേറ്റിൽ കൂടെ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ലക്ഷ്മി എന്ന് പറഞ്ഞ സ്ഥലം കൂടെ നമ്മൾ കണ്ടു. ഇനി നേരെ മൂന്നാർ. ഇനി നമുക്ക് നേരെ മൂന്നാർ. പിന്നെ നമ്മൾ ഇരുട്ട് നിറഞ്ഞൊരു പ്രദേശത്തോട്ട് ഇറങ്ങും അല്ലെ. കുറച്ച് ഭാഗം മരങ്ങള്, പക്ഷെ മൊത്തം ഭംഗിയുള്ള റോഡാട്ടോ. നല്ല തിക്കും തിരക്കുള്ള റോഡിൽ കൂടെ ബസ്സും വണ്ടികളും മാത്രമുള്ള സ്ഥലത്ത് ഓടിച്ചു വരുന്നതിനെക്കാട്ടും നല്ലത് നമുക്കൊരു 10. അല്ല, അതിന് വേറൊരു ഭംഗിയാ. അല്ല, ഗ്യാപ്പ് റോഡൊക്കെ സ്ഥിരം വരുന്ന ആൾക്കാർ ഒരു പ്രാവശ്യം മാറ്റി പിടിക്കാനുള്ള കാര്യം പറയുന്നത്. ഇതിലെ വരാം, ഇച്ചിരി സമയം എടുത്ത് വളരെ പതുക്കെ. അങ്ങനെ സ്പീഡ് വരാൻ പറ്റുന്ന വഴിയൊന്നും അല്ലല്ലോ. ഇച്ചിരി പതുക്കെ നല്ല വ്യൂ പോയിന്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. കണ്ട് ഇങ്ങ് പോരാലോ. ചെറിയ ഗ്രൗണ്ടാ. നമുക്ക് വണ്ടി സൈഡിലൊന്ന് നിർത്തിയിട്ട് ഇറങ്ങി ഒന്ന് ഭക്ഷണം കഴിക്കുമോ ഒക്കെ ചെയ്യാം. ഒരു 5 മിനിറ്റ് നമുക്ക് ഇറങ്ങിയിരിക്കാം. ഈ റോഡ് നല്ല ഭംഗിയല്ലേ കാണാൻ. എന്തോ ഒരു പ്രത്യേക ഭംഗി, സാധാരണ ഉള്ള റോഡ് പോലെ അല്ല. എന്തോ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. മണ്ണൊക്കെ സൈഡിൽ തട്ടായിട്ട് നമ്മുടെ മറ്റേ കാന്തല്ലൂരൊക്കെ കൃഷിയൊക്കെ ചെയ്ത മൊത്തം തട്ടുപോലെ തട്ടായിട്ട്. ഇവിടെ എല്ലാം നല്ല വെളിപ്രദേശം അല്ലേ. അവിടെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, അത് സ്കൂള്, ഗവൺമെന്റ് സ്കൂൾ. 1, 2, 3, 4, 5 റൂമേ ഉള്ളൂ കേട്ടോ. 5 എണ്ണത്തിൽ 1 സ്റ്റാഫ് റൂം ആയിരിക്കും. ചെറിയൊരു അവന് പോലത്തെ സംഭവം ഉണ്ട്. പക്ഷെ ഈ സൈഡില് നമ്മുടെ മറ്റേ എന്തുവാ ഈ തണ്ണിമരം അറച്ച് പൂത്തുണ്ട്. ഇവിടെ ചോദിച്ചാൽ ഇവര് ലക്ഷ്മി എന്നാ പറയുന്നത് കേട്ടോ. നല്ല അടിപൊളി മരങ്ങളല്ലേ. അതെല്ലാം റോഡിലോട്ട് മരത്തേല് മൊത്തം ഇത്തിൽക്കണ്ണി പിടിച്ചേക്കുക. ഇത്തിൽക്കണ്ണി പറയില്ല, ഓർക്കിഡ്. അല്ല, ഓർക്കിഡ് അറിയാം. ഓർക്കിഡ് അറിയാം. 50 രൂപയുടെ പാസിന്റെ ഓർക്കിഡ് അറിയാം. ഇവിടെ കുറച്ച് ഭാഗത്ത് താഴെ പഴയ ലയങ്ങളാട്ടോ. ഇനി ഒരു 5 കിലോമീറ്റർ കാണും അല്ലേ ചേട്ടാ? കഷ്ടി 5 കിലോമീറ്റർ ഉണ്ടാവും. 5 കിലോമീറ്റർ നമ്മൾ മൂന്നാർ ചെല്ലും. ഇപ്പൊ ഇവിടോട്ട് മൂന്നാർ അടുത്തപ്പോ വലിയ തണുപ്പ് തോന്നുന്നില്ല കേട്ടോ. എല്ലാം ഈ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളാണ്. ഒരു ഈ തമിഴ് മേഖല, തമിഴ് ആചാരങ്ങൾക്ക് അങ്ങനെ ഉണ്ട്. ഇവർക്ക് കറുപ്പസ്വാമി കോവിലാണ് കൂടുതൽ. പക്ഷെ എന്നാ ഇപ്പൊ മൂന്നാർ അടുത്തൊന്നും വലിയ തണുപ്പ് തോന്നുന്നില്ലല്ലേ. തണുപ്പ് തോന്നാത്ത സമയം 10 മണി വെയിലായില്ലേ. ലയം ഉണ്ടല്ലോ, ഈ ലയം എല്ലാം പഴയതാ അല്ലേ, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായതാ അല്ലേ. അതെ, ഒന്നും നന്നാക്കി കൊടുക്കുന്ന പരിപാടി ഇല്ല, അല്ലെ മെയിൻ്റെനൻസ് ആരും ചെയ്യുന്നില്ല. സംഭവം അറിയത്തില്ല. പിന്നെ ആ ചേട്ടൻ പറയും 450 രൂപ ശമ്പളത്തിന്. അത് തന്നെ, ഒരു ദിവസം ശമ്പളം 450 രൂപ മരുന്നടിക്കുന്നതിന്. എത്ര കിലോ വെയിറ്റ് പുറത്ത് നോക്കിയിട്ട് എത്ര സമയം നടക്കണം അല്ലേ. ഓട്ടോ കൂലി കൊടുക്കണം. ഇതിവര് വഴി തെറ്റി പോകണം, പറഞ്ഞു കൊടുക്കണം ഇങ്ങോട്ടല്ല വഴി. ജംഗ്ഷനാണ്. ഇവിടെ ഒരു 1, 2, 3 വഴി വന്ന് ചേരുന്നുണ്ടല്ലേ. 2 എസ്റ്റേറ്റിനകത്തോട്ട് പോകുന്നതാണ്. അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്. ഇത് 7 മല നാഗർമുടി ഡിവിഷൻ, അങ്ങനെ ഈ സ്ഥലത്തിന്റെ പേര് കേട്ടോ. പണ്ട് 7 മുടി എസ്റ്റേറ്റ് ആയിരുന്നു. ഒരു ചെറിയ സ്കൂൾ ഉണ്ട്. അത് സ്കൂൾ കേട്ടോ, 7 മല ലോവർ പ്രൈമറി സ്കൂൾ. ഇതെന്താ ലെഫ്റ്റ് സൈഡില്? അത് കെ സ്റ്റോർ. കെ സ്റ്റോർ എന്ന് വെച്ചാൽ റേഷൻ കട അല്ലേ? മാവേലി സ്റ്റോർ. അങ്ങനെ നമ്മുടെ മൂന്നാർ ടൗൺ എത്തി. നമുക്ക് മൂന്നാർ ടൗണ് ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് നമ്മുടെ ലക്ഷ്മി എക്സ്റ്റേറ്റ് തൊട്ട്, അതായത് വിൽപ്പാറ തൊട്ട് നമ്മൾ മൂന്നാർ വന്ന് നമ്മുടെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. എന്താ മനസ്സിലാ? മൂന്നാറിൽ എങ്ങോട്ടൊക്കെ പോവാം, എന്തൊക്കെ സാധനങ്ങളുണ്ട് ഒക്കെ നമുക്കൊന്ന് കാണണ്ടേ, കണ്ടോക്കാം. വന്ന് കയറുന്നത് നമ്മുടെ KSRTC സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലോട്ടാണ് വന്ന് കയറുന്നത് അല്ലേ? അതെ അതെ, നേരെ ഓപ്പോസിറ്റ് സൈഡിൽ സ്റ്റാൻഡാണ്.
നമുക്കന്നേരം ഇവിടുന്ന് എങ്ങോട്ടാ പോണേ? ഇടത്തോ വലത്ത് എങ്ങോട്ടാ പോയി തുടങ്ങുന്നത്? ഏതെങ്കിലും ഒരു അറ്റത്തല്ലേ? ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ടൗണിലോട്ട്, റൈറ്റ് പോയി കഴിഞ്ഞാൽ എറണാകുളം പോണ ഹൈവേ. ഇവിടുന്നാണ് മൂന്നാർ തുടങ്ങുന്നത്. മൂന്നാർ ടൗൺ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തോടാണ് നമ്മള് ഇപ്പൊ ആ ട്രാവലർ തിരിയുന്നില്ലേ, ആ തിരിയണത് റൈറ്റോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡില് വേറെ സംഭവം ഉണ്ടോ? ഈ ലോകത്ത് അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് സ്ഥലമാണ്. അവിടെ തുടങ്ങുന്നടങ്ങ് തന്നെ കിടക്കുന്നുണ്ടോ? കട്ടറും ചെളി വെള്ളം. കട്ടറും ചെളിയും വെള്ളം. കട്ടർ എന്ന് പറഞ്ഞാണല്ലോ. ഓക്കെ, KSRTC സ്റ്റാൻഡ് ഫ്രണ്ടിൽ നിർത്താം. നമ്മുടെ വിരിപ്പാറ ലക്ഷ്മി മൂന്നാർ റൈഡ് നമ്മളിത് KSRTC അവിടെ കൊണ്ട് അവസാനിപ്പിച്ചു കേട്ടോ. നമുക്കിനി മൂന്നാറിനെ പറ്റിയുള്ള, മൂന്നാറിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, എവിടെയൊക്കെ പോവാന്നല്ല, എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ട്, എവിടെയൊക്കെ താമസിക്കാം, എന്നൊക്കെ റെസ്റ്റോറൻറ്റുകളുണ്ട്, പെട്രോൾ പമ്പുകൾ എവിടെ ഉണ്ട്, ആശുപത്രി സംവിധാനങ്ങൾ എവിടെ ഉണ്ട്, ബസ് സ്റ്റോപ്പുകളുണ്ട്, അങ്ങനെ എല്ലാ സാധനത്തിനെ പറ്റി നമുക്കൊരു അന്വേഷണം നടത്താം. എന്നിട്ട് നമുക്ക് മൂന്നാറിൽ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളും പോവാം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട്, അതായത് പുത്തൻ റൈഡുമായിട്ട്, കാടും മേടും കാട്ടാറും താണ്ടി നടക്കുന്ന ഒരു പുത്തൻ റൈഡുമായിട്ട് വീണ്ടും കാണുന്നതിന് വരെ ബൈ. ബൈ ബൈ.